അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് recommendations of the Balwant Rai Mehta Committee and Ashok Mehta Committee that were included in the 73rd and 74th amendments of the Constitution. ഈ 73-74 അമെൻമെൻറ്റിലൂടെ അശോക് മേത്ത കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, ഈ രണ്ട് കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയില്ലേ, അത് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തത് എഴുതിയിട്ടുണ്ട് 3-tier പഞ്ചായത്ത് സിസ്റ്റം. ഇനി ഒരു 3 എണ്ണം കൂടെ ഉണ്ട്, നമുക്കത് എഴുതാം. അടുത്തത് 3-tier പഞ്ചായത്ത് സിസ്റ്റം അവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് റിസർവേഷൻ, SC/ST റിസർവേഷൻ, പിന്നെ ഡയറക്റ്റ് ഇലക്ഷൻ ഇൻ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ഡയറക്റ്റ് ഇലക്ഷൻ നടത്തുന്നത് അല്ലേ, പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്. കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഫോർ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഭരണഘടനാ സാധുത നൽകുന്നത്. ദെൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ കളക്ട് ടാക്സസ് ടു ഫൈൻഡ് ദെയർ ഓൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് അല്ലേ. ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അതിൻ്റെ ഫിനാൻസിന് വേണ്ടിയിട്ട്, അതിൻ്റെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ടാക്സ് ഒക്കെ കളക്ട് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നത്. ദർ ഷുഡ് ബി എ മിനിസ്റ്റർ ഫോർ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് ഒരു മിനിസ്റ്റർ നമ്മുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഈ ബൽവന്ത് റായ് മേത്ത, അശോക് മേത്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ വന്നതാണ് കേട്ടോ. പിന്നെ പഞ്ചായത്തിൻ്റെ ടെനോർ 5 years, 5 വർഷം പഞ്ചായത്തിൻ്റെ കാലാവധി, അതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള സ്ട്രക്ചർ. കേരളത്തിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്ട്രക്ചർ, ഘടന എങ്ങനെയാണെന്നുള്ളത്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. നോക്കിയുള്ളൂ, പഞ്ചായത്ത് രാജ് സിസ്റ്റം, നഗരപാലിക സിസ്റ്റം. നമ്മൾ പഠിച്ചതാണ് നേരത്തെ. പഞ്ചായത്ത് രാജ് സിസ്റ്റം ഉണ്ട്, നഗരപാലിക സിസ്റ്റം ഉണ്ട്. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി പഞ്ചായത്ത് രാജ് സിസ്റ്റം വന്നു. 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി നഗരപാലിക സിസ്റ്റം വന്നു. പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ ഘടന എങ്ങനെയാണ്? ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും താഴെ ഉള്ളത് ഏതാണ്? ഗ്രാമപഞ്ചായത്ത്. അതിൻ്റെ മുകളിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്, അതിൻ്റെ മുകളിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. എങ്ങനെയാണ്? ഇനി നഗരപാലിക സിസ്റ്റത്തിലാണെങ്കിൽ മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷനും. മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്ന് പറയും. മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. ഇനി നഗരപാലിക സംവിധാനത്തിൽ മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷനും. മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് യുവർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നിങ്ങളുടെ ലോക്കൽ സെൽഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് കണ്ടെത്തി ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ തന്നെ ഫിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് ആൾക്കാർ ആരൊക്കെയാണ്, ഏതൊക്കെയാണ് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് എന്നുള്ളതൊക്കെ നിങ്ങൾ മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി ഇത് എഴുതണം കേട്ടോ. അടുത്തത് പീപ്പിൾസ് പ്ലാനിംഗ് അല്ലെങ്കിൽ ജനകീയാസൂത്രണം ഇൻ കേരള. കേരളത്തിലെ പീപ്പിൾസ് പ്ലാനിംഗ് അല്ലെങ്കിൽ ജനകീയാസൂത്രണം, അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. After the 73rd and 74th amendments of the Constitution, the process of decentralization of power introduced in Kerala in 1996 is known as People's Planning അല്ലെങ്കിൽ ജനകീയാസൂത്രണം. അതായത് 73-74 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ തുടർന്ന് 1996 അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ കേരളത്തിൽ നടപ്പിൽ വരുത്തി, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എന്നായിരുന്നു കേരളത്തിൽ ഈ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1996. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീപ്പിൾസ് പ്ലാനിംഗ് അല്ലെങ്കിൽ ജനകീയാസൂത്രണം എന്ന് പറയുന്നത്. ദ പീപ്പിൾസ് പ്ലാനിംഗ് സിസ്റ്റം ഹാസ് ഗിവൺ മോർ പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സിസ്റ്റം. അതായത് ഈ പീപ്പിൾസ് പ്ലാനിങ്ങിലൂടെ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സിസ്റ്റത്തിന് കൂടുതൽ പവറും പിന്നെ റെസ്പോൺസിബിലിറ്റീസും നൽകി. Also ensured more officials, institutions and funds to implement them. അതുപോലെ തന്നെ ഈ അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ പവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നൽകി? കൂടുതൽ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ നൽകി, ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപനങ്ങൾ നൽകി, ആൻഡ് ഫണ്ടുകളും കൂടുതൽ നൽകി. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്, ഈ ഭരണഘടനാ ഭേദഗതിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് 33% റിസർവേഷൻ ഈസ് അക്കോർഡഡ് ടു വുമൺ ഇൻ ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സിസ്റ്റം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സിസ്റ്റത്തിൽ സ്ത്രീകൾക്ക് 33% റിസർവേഷൻ ഏർപ്പെടുത്തുകയും ചെയ്തു. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? Further, as per the amendment of the Panchayati Raj Act 2005, the representation of women in local self-government bodies was elevated to 50%. അതിനുശേഷം
2005 ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വന്നു. 2005 ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ 33% റിസർവേഷൻ സ്ത്രീകൾക്ക് എവിടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിലുള്ള 33% റിസർവേഷനെ എത്രയാക്കി ഉയർത്തി? 50% ഉയർത്തി. അപ്പോൾ ഇപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിൽ സ്ത്രീകളുടെ സംവരണം എന്ന് പറയുന്നത് എത്രയാണ്? 50% കേട്ടോ. 10% of total planned fund of local self-government bodies has been allocated to project exclusively meant for women. അത് മാത്രമല്ല ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിന് എത്ര ഫണ്ട് അനുവദിക്കുന്നോ ആ ഫണ്ടിൻ്റെ 10% സ്ത്രീകൾക്കായിട്ടുള്ള പദ്ധതികൾക്ക് മാത്രം വിനിയോഗിക്കണമെന്നും ഒരു നിയമം കൊണ്ടുവന്നു. കേരള thus become a model for the country through the effective implementation of the decentralization process. അങ്ങനെ കേരളം ഈ ഡീസെൻട്രലൈസേഷൻ മോഡലിലൂടെ കേരളം രാജ്യത്തിന് ഒരു മാതൃക മോഡലായി തീർന്നു. ഇത്രയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലായല്ലോ. 96 കേരളത്തിൽ 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. 96 ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ജനകീയ ആസൂത്രണം അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇതിൽ കേരളത്തിൽ എത്രയാണ്? 33% റിസർവേഷൻ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തി. അതിനുശേഷം 2005 ഒരു അമെൻമെൻറ്റ് വന്നു. അതിലൂടെ 50% റിസർവേഷൻ ഏർപ്പെടുത്തി. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിൽ സ്ത്രീകളുടെ പങ്കാളിത്തം 50% ഉയർത്തി. അതിനുശേഷം എന്താ പറഞ്ഞത്? 10% എത്രയാണോ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിന് അനുവദിക്കുന്ന ഫണ്ട് അതിൻ്റെ 10% സ്ത്രീകൾക്കായിട്ട് മാത്രം വിനിയോഗിക്കണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നു. അങ്ങനെ കേരളം എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഈ ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സിൻ്റെ ഒരു ഇന്ത്യയിലെ തന്നെ ഒരു മോഡലായി തീർന്നു. അടുത്തത് വേരിയസ് റെസ്പോൺസിബിലിറ്റീസ്. പലതരം റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ചുമതലകൾ. Look at the board that has been displayed in front of the local self-government institutions. What are the responsibilities and services that can be availed from the local self-government? നമുക്ക് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൽ നിന്ന് എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? എന്തൊക്കെയാണ്? ഒന്ന് നോക്കിയോളൂ. അതിൻ്റെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളൊരു ബോർഡാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ സേവനങ്ങളാണ്, എന്തൊക്കെ സർവീസസ് ആണ് നമുക്ക് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിൽ നിന്ന് ലഭിക്കുന്നതെന്ന് മനസ്സിലാവാം. ഒന്നാമത്തെ, രജിസ്റ്റർ ബർത്ത് ആൻഡ് ഡെത്ത്. ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുക. കളക്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എന്ന് വെച്ചാൽ സ്ഥിതി വിവര കണക്കുകൾ, അതിനെ കളക്ട് ചെയ്യുക, ശേഖരിക്കുക. സൂപ്പർവിഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൈമറി സ്കൂൾസ്. പ്രൈമറി സ്കൂൾസിൻ്റെ അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാലയങ്ങളുടെ ചുമതലയും സൂപ്പർവിഷൻ മേൽനോട്ടവും. ദെൻ മദർ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, മാതൃശിശു വികസനം. സാങ്ഷൻ പെർമിഷൻ ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പെർമിഷൻ സാങ്ഷൻ ചെയ്യുക അല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കുക. കൺസർവേഷൻ ഓഫ് ട്രഡീഷണൽ വാട്ടർ റിസോഴ്സസ്. ട്രഡീഷണൽ ആയിട്ടുള്ള വാട്ടർ റിസോഴ്സസ് അല്ലെങ്കിൽ പരമ്പരാഗതമായ ജലസ്രോതസ്സുകളെ കൺസർവ് ചെയ്യുക, സംരക്ഷിക്കുക. ഗാർബേജ് ട്രീറ്റ്മെൻറ്റ്, മാലിന്യ നിർമ്മാർജ്ജനം. ഗ്രാൻഡിങ് ലൈസൻസ് ടു ഡൊമസ്റ്റിക് ഡോഗ്സ്, വളർത്തു നായകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ലൈസൻസ് കൊടുക്കുക. ഇതൊക്കെ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിൻ്റെ എന്താണ്? റെസ്പോൺസിബിലിറ്റീസ് ആണ്. വിച്ച് ആർ ദ സർവീസസ് ദാറ്റ് യുവർ ഫാമിലി അവൈൽഡ് ഫ്രം ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്? ഡിസ്കസ്. നമ്മുടെ കുടുംബത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് എന്തൊക്കെ സേവനങ്ങളാണ് ലഭിച്ചതെന്ന് നമ്മൾ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ കുടുംബത്തിന് എന്തൊക്കെയാണോ ഇതിൽ ലഭിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ഇവിടെ എഴുതണം കേട്ടോ, അതെന്തൊക്കെയാണെന്നുള്ളത്. ദെൻ അടുത്ത ഒരെണ്ണം നോക്കിയോളൂ. പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ടു ഇൻ്റർവ്യൂ ദ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻ യുവർ ഏരിയ ടു നോ മോർ അബൌട്ട് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു ജനപ്രതിനിധി ഉണ്ടായിരിക്കുമല്ലോ, അദ്ദേഹത്തുമായിട്ട് ഒരു അഭിമുഖം നടത്താൻ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാൻ, ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ ഒരു 6-7 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. നോക്കിയോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ടു പ്രിപ്പയർ എ ബെനിഫിഷ്യറി ലിസ്റ്റ്. ഗുണഭോക്താക്കളുടെ പട്ടിക എങ്ങനെ നമുക്ക് തയ്യാറാക്കാം? ഓരോ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഓരോ ഗുണഭോക്താക്കളുണ്ടല്ലോ, ആ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നത്. അടുത്തത്, വാട്ട് ആക്ഷൻസ് ആർ ബീങ് ടേക്കൺ ഫോർ വേസ്റ്റ് മാനേജിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കുന്നത്? വാട്ട് ആർ ദ ആക്ഷൻസ് ആർ ബീങ് ടേക്കൺ ടു പ്രിവെൻറ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ചാൽ സാംക്രമിക രോഗങ്ങൾ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന സാംക്രമിക രോഗങ്ങളെ തടയാൻ വേണ്ടി, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ആക്ഷൻസ് എടുക്കുന്നു? ഹൗ ടു രജിസ്റ്റർ ബർത്ത് ആൻഡ് ഡെത്ത്. ബർത്തും ഡെത്തും ഒക്കെ നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അപ്പോൾ അതെങ്ങനെ രജിസ്റ്റർ ചെയ്യാം. പിന്നെ വാട്ട് കൈൻഡ് ഓഫ് ആക്ഷൻസ് ആർ ബീങ് ടേക്കൺ
ആർ ബീങ് ടേക്കൺ അഗൈൻസ്റ്റ് ദോസ് ഹു ഡെസ്ട്രോയ് റോഡ്സ് ആൻഡ് പബ്ലിക് പ്രോപ്പർട്ടി. ഈ പബ്ലിക് പ്രോപ്പർട്ടിയും റോഡും ഒക്കെ നശിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്കെതിരെ എന്ത് ആക്ഷൻസ് ആണ് എടുക്കുന്നത്? വേർ ഡസ് ദ ഇൻകം റിക്വയർഡ് ഫോർ ദ ആക്ടിവിറ്റീസ് ഓഫ് ദി പഞ്ചായത്ത് കം ഫ്രം? പഞ്ചായത്തിൻ്റെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഇൻകം വരുന്നത് എവിടെ നിന്നൊക്കെയാണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഇസ് ദ പഞ്ചായത്ത് റിസീവിംഗ് ദ നെസസറി ഇൻകം ഫോർ ഇറ്റ്സ് പ്രോപ്പർ ഫംഗ്ഷനിങ്? ഈ പഞ്ചായത്തിൻ്റെ നല്ല രീതിയിലുള്ള പ്രോപ്പറായിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻകം ലഭിക്കുന്നുണ്ടോ? അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ തയ്യാറാക്കിയുള്ള ക്വസ്റ്റ്യനറിയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇവിടെ ആഡ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അടുത്ത നോക്കിയോളൂ, ഇൻകം ത്രൂ ഡിഫറെൻറ്റ് സോഴ്സസ്. വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം. ഇവിടെ ഒരു മുത്തശ്ശിയും പിന്നെ മിഴി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പേരാണ് മിഴി. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കിയോളൂ. ആദ്യം സംസാരിക്കുന്നത് മിഴിയാണ് കേട്ടോ. മിഴി, ഗ്രാൻഡ്മാ, ടുഡേ വി ഹാവ് ലേൺഡ് അബൌട്ട് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ പഞ്ചായത്ത്. മുത്തശ്ശി, നമ്മളിന്ന് പഞ്ചായത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച്, ചുമതലകളെക്കുറിച്ച് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പഠിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രാൻഡ്മ എന്താ പറഞ്ഞു? വാട്ട് ഹാവ് യു ലേൺ? നീ എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് ചോദിക്കുകയാണ് ഗ്രാൻഡ്മ. അപ്പോൾ മിഴി പറയാണ്, പ്രിവെൻറ്റിംഗ് ദ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ സ്പ്രെഡ്, അല്ലെങ്കിൽ അതിൻ്റെ സാംക്രമിക രോഗങ്ങളുടെ വ്യാപനം തടയുക. കൺസേർവിങ് വാട്ടർ റിസോഴ്സസ്, ജലാശയങ്ങൾ കൺസർവ് ചെയ്യുക, സംരക്ഷിക്കുക. രജിസ്റ്ററിങ് ബർത്തും ഡെത്തും ഒക്കെ രജിസ്റ്റർ ചെയ്യുക. ആൻഡ് മോർ. അങ്ങനെ ഒരുപാട് നമ്മൾ പഠിച്ചു. അപ്പോൾ എന്നിട്ട് പിന്നീട് ഈ മിഴി പറയാണ്, ഗ്രാമ, യു ആർ ആൾസോ എ ഫോമർലി പഞ്ചായത്ത് പ്രസിഡന്റ്. ഗ്രാൻഡ്മ, നിങ്ങൾ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലായിരുന്നോ? ക്യാൻ യു ടെൽ മീ വേർ ദ പഞ്ചായത്ത് ഗെറ്റ്സ് റവന്യൂ ടു റോൾ ദിസ്? ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പഞ്ചായത്തിന് എവിടെ നിന്നാണ് റവന്യൂ ലഭിക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരോ? അപ്പോൾ ഗ്രാൻഡ്മ പറയുന്നത്, സ്മാർട്ട് ഗേൾ, മിടുക്കി. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ദ പഞ്ചായത്ത് ഹാസ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം. പഞ്ചായത്തിന് ഒരുപാട് ഇൻകത്തിൻ്റെ സോഴ്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ദെയർ ആർ ഫണ്ട്സ് ആൻഡ് ഗ്രാൻഡ്സ് ഫ്രം ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും ഗ്രാൻഡും ഫണ്ടും ഒക്കെ ലഭിക്കുന്നുണ്ട്. ബിസൈഡ്സ്, അത് കൂടാതെ പഞ്ചായത്ത് ഗെറ്റ്സ് റവന്യൂ ഫ്രം ബിൽഡിംഗ് ടാക്സ്, പ്രൊഫഷണൽ ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആൻഡ് ദ ലൈക്ക്. പിന്നെ ഇത് കൂടാതെ പഞ്ചായത്തിന് ബിൽഡിംഗ് ടാക്സിൽ നിന്ന് കെട്ടിട നികുതി, പ്രൊഫഷണൽ ടാക്സ്, തൊഴിൽ നികുതി, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, വിനോദ നികുതി, ഇങ്ങനെയൊക്കെയുള്ള പല നികുതികളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ മിഴി പറയുവാണ്, ഗ്രാൻഡ്മ, മൈ ഡാഡ് റെമിറ്റഡ് ദ ഫീ ഫോർ എ ബിൽഡിംഗ് പെർമിറ്റ് ദ അതർ ഡേ. ഡസൻ ദാറ്റ് ആൾസോ കം അണ്ടർ ദ റവന്യൂ ഓഫ് ദി പഞ്ചായത്ത്? അപ്പോൾ മുത്തശ്ശി, കഴിഞ്ഞ ദിവസം അവളുടെ അച്ഛൻ കെട്ടിടത്തിന് പെർമിറ്റ് എടുക്കാൻ ഫീസ് അടച്ചിരുന്നു. അതും പഞ്ചായത്തിൻ്റെ വരുമാന മാർഗത്തിൽ പെടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ്മ പറഞ്ഞു, യെസ്, ദാറ്റ് ആൾസോ കംസ് അണ്ടർ ഇറ്റ്. അതും പഞ്ചായത്തിൻ്റെ വരുമാനത്തിൽ പെടും. ദ ഫീ ഫ്രം പെർമിറ്റ്സ് ആൻഡ് രജിസ്ട്രേഷൻ, ദ യൂസർ ഫീ ഫ്രം ബസ് സ്റ്റാൻഡ്സ്, മാർക്കറ്റ്സ് ആൻഡ് പ്ലേ ഗ്രൗണ്ട്സ് ഓൺഡ് ബൈ ദ പഞ്ചായത്ത് ആൻഡ് ദ ഫൈൻ ദാറ്റ് ഈസ് ലെവീഡ് ബൈ ദ പഞ്ചായത്ത് ആൾസോ കം അണ്ടർ റവന്യൂ. അതായത് പെർമിറ്റ്, രജിസ്ട്രേഷൻ മുതലായവയിൽ നിന്നുള്ള ഫീസ്, പിന്നെ ബസ് സ്റ്റാൻഡ്, പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റ്, മൈതാനം, അവ ഉപയോഗിക്കുന്നവരിൽ നിന്നുള്ള ഫീസ്, പിന്നെ പഞ്ചായത്തിൻ്റെ പിഴകൾ, ഇതൊക്കെ പഞ്ചായത്തിൻ്റെ വരുമാനത്തിൽ പെടും. അപ്പോൾ മിഴി പറയണം, സോ ദർ ആർ സെവറൽ സോഴ്സസ് ഓഫ് ഇൻകം. അപ്പോൾ ഒരുപാട് വരുമാന മാർഗങ്ങളുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ്മ എന്താ പറയണത്? യെസ്, ഉണ്ട്. But don't forget that the revenue will be different for different panchayat based on the nature of the locality. പക്ഷേ ഓരോ പഞ്ചായത്തും അത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ വരുമാനത്തിൽ വ്യത്യാസം വരും. അത് മറക്കണ്ട. ബട്ട് ഡോണ്ട് ഫർഗെറ്റ്, അത് മറക്കണ്ട. Doesn't the panchayat need sufficient income to make regional development possible? പഞ്ചായത്തിൽ എന്തെങ്കിലുമൊക്കെ വികസനം നടക്കണമെങ്കിൽ ഒരുപാട് എന്ത് വേണം? സഫീഷ്യൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വരുമാനം അതിന് ലഭ്യമാകണം, അല്ലേ? Besides the different types of loans that are approved by the government, the shares from beneficiaries and the contributions that are accepted based on the certain conditions come under the revenue of the panchayat. അതുപോലെ തന്നെ സർക്കാർ അംഗീകാരത്തോടെ വിവിധ തരം വായ്പകളും ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിഹിതങ്ങളും നിബന്ധനകളോടുകൂടി മാത്രം സ്വീകരിക്കുന്ന സംഭാവനകളും ഈ പഞ്ചായത്തിൻ്റെ വരുമാനത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് അമ്മൂമ്മ പറഞ്ഞു കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബൈ ഐഡന്റിഫൈങ് ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് റവന്യൂ ഓഫ് ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ഫ്രം ദ കോൺവെർസേഷൻ ഗിവൻ. അപ്പോൾ മുകളിൽ ഒരു കോൺവെർസേഷനല്ല തന്നിട്ടുള്ളത്, അതിൽ നിന്ന് പഞ്ചായത്തിൻ്റെ വിവിധ സ്രോതസ്, റവന്യൂ ലഭിക്കുന്ന സ്രോതസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, വേരിയസ് ടൈപ്സ് ഓഫ് ടാക്സ്, വ്യത്യസ്തതരമായിട്ടുള്ള ടാക്സിൽ നിന്ന് ലഭിക്കും. ഇനി ബാക്കി ഒരു 3 എണ്ണം കൂടെ നമ്മളിവിടെ ഫില്ല് ചെയ്യണം. അപ്പോൾ അടുത്തത് ഫണ്ട്സ് ആൻഡ് ഗ്രാൻസ് ഫ്രം ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുന്ന ഫണ്ടുകളും ഗ്രാൻറ്റുകളും.
പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫീസ് ഫ്രം ദ പെർമിറ്റ്സ് ആൻഡ് രജിസ്ട്രേഷൻ, പെർമിറ്റുകൾ കൊടുക്കുന്നതും രജിസ്ട്രേഷൻ കൊടുക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഫീസ് ലഭിക്കും പഞ്ചായത്തിന്. പിന്നെ യൂസർ ഫീ ഫ്രം ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺഡ് ബൈ ദ പഞ്ചായത്ത്, പഞ്ചായത്തിൻ്റെ സ്വന്തം പിന്നെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ യൂസർ ഫീ നമ്മൾ പഞ്ചായത്തിലോട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന യൂസർ ഫീ. പിന്നെ ഫൈൻസ് ദാറ്റ് ഈസ് ലെവീഡ് ബൈ ദ പഞ്ചായത്ത്, പഞ്ചായത്ത് ചില എന്തെങ്കിലും തെറ്റൊക്കെ കാണിക്കുമ്പോൾ അതിൽ പിഴ ചുമത്തും. അങ്ങനെ ലഭിക്കുന്ന പിഴകൾ, ഫൈനുകളിൽ നിന്നും ഒക്കെ പഞ്ചായത്തിന് എന്ത് ലഭിക്കുന്നു? റവന്യൂ ലഭിക്കുന്നു. അടുത്തത് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് ആണ്, അതായത് പ്രതിസന്ധികളും വെല്ലുവിളികളും. Though Kerala has made several achievements through decentralization of power, including people's planning, many challenges are also there. ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറിലൂടെ കേരളം ഈ പീപ്പിൾസ് പ്ലാനിങ് ഉൾപ്പെടെയുള്ള ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കി. എന്നിരുന്നാലും മെനി ചലഞ്ചസ് ആൾസോ ദെയർ, അവിടെ നിരവധി വെല്ലുവിളികളും ഉണ്ട്. The relevant areas of a seminar paper prepared by Milan on the topic of local self-government institutions and challenges are given below. മിലൻ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റും അതിൻ്റെ വെല്ലുവിളികളും എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു സെമിനാർ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പോയിന്റ്സ് ആണ് ഈ താഴെ ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ടിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഹെഡിങ് എന്താണ്? ചലഞ്ചസ് ഫേസ്ഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ. When we complete the quarter century of decentralization, instead of simply highlighting the achievements only, it is essential to identify the limitations and do what is required to act more effectively. അധികാര വികേന്ദ്രീകരണം ഒരു ക്വാർട്ടർ സെഞ്ചുറി എന്ന് വെച്ചാൽ 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നേട്ടങ്ങൾ മാത്രം നമ്മൾ കാണിക്കാതെ അതിൻ്റെ പരിമിതികൾ, ലിമിറ്റേഷൻസ് കൂടി തിരിച്ചറിഞ്ഞ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. The major challenges and problems faced by local self-government institutions are given below. ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് നേരിടുന്ന പ്രധാന ചലഞ്ചസും പിന്നെ പ്രോബ്ലംസും, പ്രധാന പ്രശ്നങ്ങളും താഴെ ബുള്ളറ്റിനിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ നോക്കിയോളൂ. എ കണ്ടീഷൻ ഇൻ വിച്ച് ദ പ്ലാൻ ഷെയർ ഈസ് നോട്ട് അവൈലബിൾ ഓൺ ടൈം. ഈ പ്ലാൻ ഷെയർ എന്ന് വെച്ചാൽ പദ്ധതി വിഹിതം എന്ന് പറയും. പ്ലാൻ ഷെയർ എന്ന് വെച്ചാൽ പദ്ധതി വിഹിതം കറക്റ്റ് സമയത്തിന് ലഭിക്കില്ല. ഒരവസ്ഥ, ഒരു കണ്ടീഷൻ, അതാണ് ഒന്നാമത്തത്. എ കണ്ടീഷൻ ഇൻ വിച്ച് പ്ലാൻ ഷെയർ ഈസ് നോട്ട് അവൈലബിൾ ഓൺ ടൈം. പ്ലാൻ ഷെയർ അതായത് പദ്ധതി വിഹിതം ഓൺ ടൈമിൽ, കറക്റ്റ് ടൈമിൽ ലഭിക്കുന്നില്ല. രണ്ടാമത്തത്, എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഡീസെൻട്രലൈസേഷൻ ഈസ് നോട്ട് എക്സിക്യൂട്ടഡ് കംപ്ലീറ്റ്ലി. ഈ ഡീസെൻട്രലൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാത്തത്, നടപ്പിലാക്കാത്തത്. എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഡീസെൻട്രലൈസേഷൻ ഈസ് നോട്ട് എക്സിക്യൂട്ടഡ് കംപ്ലീറ്റ്ലി. ഡീസെൻട്രലൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അടുത്തത്, ദ ലെസ് പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ഗ്രാമസഭ. ഗ്രാമസഭകളിൽ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ കുറയുന്നത്, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. അത്. അടുത്തത്, ഡിപ്പ് ഇൻ പഞ്ചായത്ത്സ് ഓൺ റവന്യൂ ഇൻ ദ റൂറൽ സെക്ടർ. പഞ്ചായത്തിൻ്റെ സ്വന്തമായിട്ടുള്ള റവന്യൂവിൽ കുറവ് വരുന്നു. ഇൻ ദ റൂറൽ സെക്ടർ, ഗ്രാമീണ മേഖലയിൽ പഞ്ചായത്തുകളുടെ റവന്യൂവിൽ കുറവ്. അടുത്തത്, ഇൻഅഡിക്വസി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഅഡിക്വസി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള അപര്യാപ്തത. ഇൻഅഡിക്വസി എന്ന് വെച്ചാൽ അപര്യാപ്തത, ഇൻഫ്രാസ്ട്രക്ചർ ഭൗതിക സാഹചര്യം അല്ലേ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഇൻഅഡിക്വസി, ഭൗതിക സാഹചര്യങ്ങളിലുള്ള അപര്യാപ്തത. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ദ മേജർ ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു വിച്ച് യു ബിലോങ് ആൻഡ് പ്രസന്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. നിങ്ങളുടെയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ഒരു ലഘുലേഖ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇഫ് ഐ ബിക്കം എ പഞ്ചായത്ത് പ്രസിഡന്റ്, ചെയർപേഴ്സൺ ഓഫ് ദി മുനിസിപ്പാലിറ്റി ഓർ മേയർ ഓഫ് ദി കോർപ്പറേഷൻ. ഇപ്പം നിങ്ങൾ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റോ, അപ്പോൾ നിങ്ങൾ ഒരു പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റോ, ഇനി ഒരു മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ചെയർപേഴ്സൺ ഓഫ് മുനിസിപ്പാലിറ്റി, ആ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണോ, ഇനി നിങ്ങളൊരു കോർപ്പറേഷൻ പരിസരത്താണ് താമസിക്കുന്നതെങ്കിൽ ആ കോർപ്പറേഷൻ്റെ മേയറോ ആയാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിൻ്റെ നിങ്ങളുടെ ആശയങ്ങൾ എന്തൊക്കെയാണോ അത് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ. അത് അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. പിന്നെ ഉണ്ടത്, ഡെമോക്രസി ബിക്കംസ് മീനിങ് ഫുൾ വെൻ ദ പീപ്പിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. ഡെമോക്രസി, ജനാധിപത്യം മീനിങ് ഫുൾ ആവുന്നത്, അർത്ഥവത്താകുന്നത് ജനങ്ങളും കൂടി അധികാരത്തിൽ പങ്കാളികളാകുമ്പോഴാണ്. ദിസ് എൻഷ്യൂർസ് ഡീസെൻട്രലൈസേഷൻ. ഇത് ഡീസെൻട്രലൈസേഷൻ എൻഷ്യൂർ ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു. ദിസ് ഈസ് ആൾസോ എ പ്രോസസ് ദാറ്റ് അക്കോമഡേറ്റ്സ് പീപ്പിൾ ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്.
ഇതെന്ന് പറയുന്നത് ദിസ് ഈസ് ആൾസോ എ പ്രോസസ്. ഇത് ഒരു പ്രക്രിയയാണ്. എങ്ങനെയുള്ള പ്രക്രിയ? ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഭരണത്തിൽ പങ്കാളികളാക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. Therefore, it is essential to proceed further by facing and solving the challenges of decentralization to strengthen democracy. അതുകൊണ്ട് അധികാര വികേന്ദ്രീകരണത്തിലെ വെല്ലുവിളികൾ തരണം ചെയ്തും അവ നമ്മൾ സോൾവ് ചെയ്തും പരിഹരിച്ചും മുന്നോട്ട് പോകേണ്ടത് എന്തിനാണ്? ഡീസെൻട്രലൈസേഷൻ ടു സ്ട്രെങ്തൻ ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയി കേട്ടോ.